തല്ലരുത്. ഇനി ഇവിടെ എല്ലാം തല്ലാൻ പറ്റും. നിന്നെയാ ജീവൻ വേണം. പെങ്ങളെ പറ്റിക്കല്ലോ. ആശാനെ, സേതുവിനെ റിമാൻഡ് ചെയ്തു. ടിവിയിലൊക്കെ കാണിക്കുന്നുണ്ട്. വിയ്യൂരാണ്. ഈശ്വര, എന്റെ സേതു. വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാനാവില്ല എന്നറിയാം. എങ്കിലും ആശാൻ വിഷമിക്കാതിരിക്കാനായി പറയാ. എല്ലാം വിധി. അങ്ങനെ കരുതി സമാധാനിക്കുക. എങ്ങനെ സമാധാനിക്കുന്ന ഈ തറവാടിന്റെ മാനം കെട്ടില്ലേ? ഇല്ലത്തിന്റെ പേര്, ഇവരുടെ ഭാവി എല്ലാം പോയി. ഒന്ന് അത്രടം വരെ പോയി അവനെ ഒന്ന് കാണണമെന്നുണ്ട് എനിക്ക്. പക്ഷെ കഴിഞ്ഞില്ല. ചിലപ്പോ മനസ്സിൽ താങ്ങാൻ കഴിയില്ല. അവനെ ആ ഗതിയിൽ കാണാൻ വയ്യ. വേണമെന്ന് വെച്ചാ ഞാൻ പോയി വരാം. ശരി മോളെ, മോളെ, ദേവി, ദേവി, മോളെ, ദേവി, ദേവി. പേടിക്കാനൊന്നുമില്ല. പ്രഗ്നന്റായ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ വരാറുള്ളതാ. പ്രഗ്നന്റോ? അങ്ങനെ വരാൻ വഴിയില്ല ഡോക്ടർ. ഡോക്ടർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതാവും. ഏയ്, കുട്ടി 4 മാസം ഗർഭിണിയാ. കുട്ടിക്കൊരു അബദ്ധം പറ്റിയതാവും. ഞങ്ങളുടെ തറവാടിന്റെ മാനം ഇതെങ്ങനെങ്കിലും ഒഴിവാക്കി തരാൻ ഡോക്ടറെ കൊണ്ട് പറ്റൂ. ഇത്രയും ആയ സ്ഥിതിക്ക് ഒരു അബോർഷന് പോലും സാധ്യതയില്ല. അത് പേഷ്യന്റിന്റെ ജീവന് തന്നെ ആപത്താ. ഈശ്വര,
അച്ഛാ അകത്ത് വന്നിരിക്കുക. ഞാനിവിടെ കുളിച്ച് താമസിക്കാൻ വന്നൊന്നല്ല. ഇത്രയും മാനം കെട്ടൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എവിടെ ചെന്നാലും പരിഹാസവും കുത്തുവാക്കളും. എന്താ ഗോവിന്ദനൊന്നും മിണ്ടാനില്ലേ? ഒരു മേലേരി മന. ഇതിനേക്കാളും അന്തസ്സും ആഭിജാത്യമുള്ള തറവാട്ടിൽ നിന്നാ ഞങ്ങളും വന്നേ. അന്ന് അവളെ നിന്റെ കൂടെ പറഞ്ഞു വിടുമ്പോ മനസ്സ് ചെറിയ അഭിമാനവും സന്തോഷമായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടിരിക്കണു. വഴി പിഴച്ചോളും കൊലപാതകയുള്ള ഈ കുടുംബത്തിൽ നിന്ന് ഇനി ബന്ധം തുടരാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അച്ഛാ വാക്കുകൾ കൊണ്ട് ഞങ്ങളെ വീണ്ടും വേദനിപ്പിക്കരുത്. ഹായ്, എന്റെ വാക്കുകൾക്കാ കുഴപ്പം. നിങ്ങളുടെ പ്രവർത്തികളൊക്കെ നല്ല കേമാണല്ലോ. അതുകൊണ്ട് നോം ഒരു തീരുമാനം എടുത്തിരിക്കണു. രേവതിയും കുട്ടികളെ ഞാൻ ഇല്ലത്തേക്ക് കൊണ്ടുപോകണു. രേവതി, കുട്ടികളായിട്ട് ഇറങ്ങുക.